ഇത് അണുകുണ്ടല്ലേ? അണുകുണ്ടല്ലേ, ആറ്റം ബോംബ്. ഇതാരടാ? അയ്യോ അല്ല, ഇത് അബുകുണ്ടല്ലേ എന്ന്. അബുകുണ്ടല്ലേ, അവലോസുണ്ടാ. നിനക്കിപ്പോ എന്തിനാണ് വേണ്ടത്? അണ്ണാ ഞാൻ സുമേഷാണ്, ഒന്ന് കാണാൻ പറ്റുമോ? ആ സുമേഷെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. നിനക്ക് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയത്? അതെ, ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുരയിൽ പഠിക്കാൻ കയറിയപ്പോ അവിടുത്തെ ഭിത്തിയിൽ എഴുതി വെച്ചിരുന്നേണ്. നമ്പർ കറക്റ്റ് തന്നെ. എടാ, നീ ആ ലവ് ചിഹ്നത്തിൽ കിടന്ന നമ്പർ അല്ലല്ലോ എടുത്ത് വെച്ച് വിളിച്ചത്. തൊട്ടപ്പുറത്ത് പ്രാവ് എറിഞ്ഞ് തൂറിന്റെ വലയ സൈഡിൽ കിടന്ന ആ നമ്പറല്ലേ വിളിച്ചത്. എന്റെ നമ്പർ തന്നെ. ആ പിന്നെ എന്തിനാണ് കൊട്ടേഷൻ പറ. തല, കാല്, കണ്ണ്, മൂക്ക്, ചെവി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓണം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല. ചെവി കടിക്കാൻ ചെറിയൊരു ഡിസ്കൗണ്ട്, അത്രയേ ഉള്ളു. ഉച്ചി തുപ്പൊന്നുമില്ല, മാന്യമായിട്ടുള്ള ഡീല് മാത്രം. എന്തിനാണ് വേണ്ടത്? അയ്യോ ഗുണ്ടണ്ണ, എന്റെ അത്രയ്ക്ക് പൈസയൊന്നും ഇല്ല. ഇപ്പൊ തന്നെ പൈസ ഉണ്ടാക്കിയത് അമ്മാമ്മയുടെ പെൻഷൻ പൈസയും അമ്മയുടെ തൊഴിലുറപ്പിന്റെ പൈസയും അരിക്കലത്തിൽ നിന്ന് മോട്ടിച്ചോണ്ട് വന്നേണ്. ഓണൊക്കെ അല്ലേ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ. എടാ ചെറുക്ക, ഞാൻ അതല്ലേ ആദ്യമേ നിന്റെ അടുത്ത് പറഞ്ഞത്, ഡിസ്കൗണ്ട് തരാൻ പറ്റത്തില്ലെന്ന്. ഓണ സമയം കൂടെ ഇപ്പൊ കാലിന്റെയൊക്കെ സീസണാണ്. ആ ഒരു കാര്യം ചെയ്, 2 കാലെന്നല്ലേ പറഞ്ഞത്. ഒരു കാലിന് ഡിസ്കൗണ്ട് തരാം, വലത്തെ കാലിന് ഡിസ്കൗണ്ട് തരാൻ പറ്റൂല, ഇടത്തെ കാലിന് ഡിസ്കൗണ്ട് തരാം. ആ പിന്നൊരു കാര്യം, കാലിന്റെ നീളവും വണ്ണവും ഒക്കെ നോക്കി എനിക്ക് ഡിസ്കൗണ്ട് പറയാൻ പറ്റൂ. എങ്ങനത്തെ കാലാണ്? വല്ല കുഞ്ഞിക്കാല് വല്ലതുമാണ്? ആന മുതുക തടിക്കാലൊക്കെ ആണെങ്കിൽ എനിക്ക് ഡിസ്കൗണ്ട് തരാൻ പറ്റൂലേ? അയ്യോ അണ്ണ, നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ വലിയ ആന കാലൊന്നുമില്ല, കുഞ്ഞി കാലുകൾ. ഇതിപ്പോ ആണെങ്കിൽ എനിക്ക് ചവിട്ടി ഒടിച്ച് കളയാവുന്നേ ഉള്ളൂ. പിന്നെ ഈ പോലീസും കേസും എന്നൊക്കെ പറഞ്ഞ എന്റെ പിറകെ അടക്കണമെന്നും പറഞ്ഞല്ലേ. നിങ്ങളാകുമ്പോൾ മയത്തിന് തേച്ച് മച്ചാൻ കളയൂലേ? ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. പിന്നെ ഒരു കാര്യം, നീ പറഞ്ഞ പുള്ളിക്കാരൻ വല്ല തട്ടിന്റെ പണിക്കെങ്ങനെ പോണ ആളാണ്? തട്ടിന്റെ പണിക്കൊന്നും പോകണമെന്നല്ല. അത് അങ്ങനെ ചോദിച്ചാ അല്ല, അഥവാ തട്ടിന്റെ പണിക്കെങ്ങനെ പോണ ആളാണെന്നുണ്ടെങ്കിൽ കാലിൽ ആണുരോഗം വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് ഡിസ്കൗണ്ട് തരാൻ പറ്റൂല, അതുകൊണ്ട് ചോദിച്ചാണ്. ഓ പിന്നെ അണ്ണാ ഈ തുരത്തി അടിക്കത്തുണ്ടോ? എടാ മകളെ, തുരത്തി അടിക്കുന്നതിൻ്റെ ആൾ ഞാനല്ല, അതിനിവിടെ വേറെ ആൾ ഇപ്പോൾ ഉണ്ട്. അത് ഞാൻ തുരത്തി അടിക്കാറില്ല, ഇവിടെ വേറെ ആളുണ്ട്. എന്നെങ്കിൽ പിന്നെ പോട്ടെണ്ണ, അത് കുഴപ്പമില്ല. പിന്നെ നിങ്ങളെ വീട്ടിൽ ഉണ്ടോ അണ്ണാ? അല്ല, ഈ പുള്ളിക്കാരന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ വേണ്ടി ഞാൻ വീട്ടിലോട്ട് വരട്ടാ? ആ നീ ഒരു കാര്യം ചെയ്, നിനക്ക് ചുണ്ടമുക്ക് ജംഗ്ഷൻ അറിയാമോ? മറ്റല്ല, കാവിലോട്ടാ കയറി പോണ ഇട സൈഡ് ബേക്കറിയൊക്കെ ഉള്ള ആ റോഡാണോ? ആ റോഡ് തന്നെ. ആ റോഡ് ഇറങ്ങി 2 അടി മുമ്പോട്ട് നടക്കുമ്പോൾ വലയ സൈഡിൽ മുട്ട വയ്ക്കുന്ന കുട്ടപ്പന്റെ വീട് കാണാം. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഗുണ്ട അബുവിന്റെ വീട് കറക്റ്റായിട്ട് പറഞ്ഞു തരും. നീ ചോദിച്ചും പറഞ്ഞു കഴിഞ്ഞ് വാടാ. അണ്ണാ, ഈ കട്ടപ്പ എന്നൊക്കെ പറയുമ്പോ ബാഹുബലിയുള്ള മറ്റേ എടാ മാങ്ങാണ്ടി തലയാ, ബാഹുബലിയിലുള്ള കട്ടപ്പയല്ല, ചാനാട്ട് മുക്കിലെ മുട്ട വയ്ക്കുന്ന കുട്ടപ്പൻ. ഓ കുട്ടപ്പൻ, ആ ആളിന്റെ അടിയിൽ നിന്ന് ബീഡി വലിച്ചോണ്ടിരിക്കുന്ന ഒരു താടി വെച്ച ഉണ്ടക്കണ്ണനല്ലേ നിങ്ങൾ ഈ പറഞ്ഞ കുട്ടപ്പൻ എന്ന് പറയുന്ന ആള്? എടാ, കുട്ടപ്പന്റെ മുഖത്ത് ഇടത്തെ കണ്ണിന്റെ പിരിയത്തിന്റെ മേലെ ഒരു മുറിവിന്റെ പാടുണ്ട്. നീ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാണ്. ഞാൻ ഇവിടെ വേറൊരു കൊട്ടേഷനിലാണ്, ഒരുത്തന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചൊടിക്കുകയാണ്. അണ്ണാ, ഈ കുട്ടപ്പൻ എന്ന് പറയുന്ന ആളെ എനിക്കറിയാം. മറ്റല്ല, എന്തൊരു പറഞ്ഞാലും ചിരിക്കാത്ത ഒരു കല്യാണക്കിരിക്കുന്ന മനുഷ്യനല്ലേ? അതെ, എന്ത് പറഞ്ഞാലും ചിരിക്കാതെ ശപഥമെടുത്തിരിക്കുന്ന ഒരു മനസ്സാണ് അയാളുടേത്. നമുക്ക് തോൽപ്പിക്കാനാകില്ല. അത് എന്നെ കുട്ടപ്പൻ, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? അണ്ണാ, 6 മാസം മുമ്പ് അങ്ങേരാന്ന് ഞാൻ ഒരു 10,000 റോളിനെടുത്തേണ്. ഇപ്പൊ തിരിച്ചടക്കാൻ പറ്റാതായി. കൈ കിട്ടി കഴിഞ്ഞാൽ ചീമുട്ടെറിഞ്ഞ് കൊല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എടാ നിന്റെ ചെവിയിലെ ബാക്ക് ഭാഗത്ത് ഒരു കറുത്ത മരകൊള്ള അവനാണോ നീ? തന്നെണ്ണാ. എടാ, നിന്റെ ഇടത്തെ കൈ മറ്റേ ജാസീബിന്റെ ബാക്ക് കൊങ്കി കണക്കിരിക്കുന്ന അവനാണോ നീ? അണ്ണാ, ഞാൻ തന്നെ. എന്നെങ്ങനെ ഞങ്ങൾക്കറിയാം? എടാ, നീ ഒരു കാര്യം ചെയ്യ്. നീ ഇപ്പൊ എവിടെ നിക്കണേ? ഞാൻ ഇവിടെ റേഷൻ കടയിൽ പുഴുക്കലരി മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ആ നീ അവിടെ തന്നെ നിന്നോ. നിന്റെ വായിക്കരിടാ, ഞാൻ അങ്ങോട്ട് വരാം. അതെന്തിനാ? എടാ, നിന്റെ 10,000 കൊട്ടേഷൻ നിനക്ക് മുമ്പേ അവ എനിക്ക് തന്നതാണ്. നിന്നെ പൊക്കി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 20,000 രൂപ കിട്ടൂടാ. ഞാൻ അങ്ങോട്ട് വരാം.